കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്നും കോയമ്പത്തൂരിന് യാത്ര ചെയ്ത ഈരാറ്റുപേട്ട ഡിപ്പോയുടെ ഒരു KSRTC ബസ്സാണിത്. ഈ ബസ് നിരത്തിലിറങ്ങി ഇന്നോളം വെള്ളം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത്രമേൽ പൊടിയാണ് ഇതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല വൃത്തിക്കും വെടിപ്പിനും സർവീസ് നടത്തിയിരുന്ന പ്രൈവറ്റ് ബസ്സുകളെ കട്ടപ്പുറത്ത് കയറ്റിയിട്ടാണ് KSRTC ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായ സർവീസുകൾ പ്രദാനം ചെയ്യുന്നത്. ഇത്രയും ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു KSRTC ബസ്സിൻ്റെ അവസ്ഥയാണിത്. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ളതാണെങ്കിൽ കയറ് വെച്ച് കെട്ടിവെച്ചിരിക്കുന്നു. മുന്നിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ പൊടിയിൽ കുളിച്ചിരിക്കുന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെ പൊടിയിൽക്കകത്ത് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഒരു സ്വകാര്യ വാഹനത്തിലാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സും മറ്റും ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതെങ്കിൽ MVD ഉദ്യോഗസ്ഥർക്കൊക്കെ എന്തൊരു ആകാംക്ഷയായിരിക്കും ആ വാഹനത്തിനെതിരെ നടപടിയെടുക്കാനായിട്ട്. 2 കൈപ്പിടിയുള്ളതാണെങ്കിൽ ഗ്രീസിൽ മുക്കിയതുപോലെയുണ്ട്. ഒന്ന് കൈ പിടിച്ചാൽ അതേ നമ്മുടെ കയ്യിലേക്ക് ചെളി പറ്റുന്ന അവസ്ഥ. KSRTCയെ രക്ഷിക്കുവാനായിട്ട് സകല പെർമിറ്റുകളും KSRTCക്ക് വിട്ടു നൽകിക്കൊണ്ട് KSRTC ജനങ്ങൾക്ക് നൽകുന്ന മനോഹരമായൊരു യാത്രാ അനുഭവമാണ് ഈ കാണുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ? മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്.